കാറ്റത്ത് കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിധി ഉറപ്പായും തിരികെ എത്തുമെന്ന് താൻ വിശ്വസിച്ചിരുന്നുവെന്നും താൻ കെട്ടിയ താലി അഴിക്കാത്തതാണ് അതിന് കാരണമെന്നും സുധീഷ് പറയേ. നിധി ആ താലി അഴിച്ച് സുധീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാ. ആ കാഴ്ച കണ്ട് സുഭാഷ് ഏട്ടനും ഹരീഷും നികേഷും എല്ലാം ഞെട്ടുന്നുണ്ട്. നിധി താലി അഴിച്ചത് സുധീഷിനെ വല്ലാതെ വേദനിപ്പിക്കുകയാ. നിധി തിരികെ ആ താലി കഴുത്തിലണിയുന്നത് വരെ സുധീഷ് ആ താലി കഴുത്തിലണിയാൻ തീരുമാനിക്കുകയാ. താലി അഴിച്ചു മാറ്റുന്നത് ദാമ്പത്യ ജീവിതത്തിലെ അകൽച്ചയായി കാണുന്ന സുധീഷ് തോമസ് ചേട്ടനോടും താലിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചോദിച്ചറിയുകയാ. താലിയുടെ മഹത്വത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന തോമസ് ചേട്ടൻ ഇപ്പോ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കേ. നിധി താലി അഴിച്ച് കയ്യിൽ തന്ന കാര്യം സുധീഷ് പറയുന്നുണ്ട്. ഇപ്പോഴല്ലേ നിന്റെ ഭാര്യ വഴക്കെല്ലാം തീർത്ത് വീട്ടിലേക്ക് തിരികെ എത്തിയത്? അതിനിടയിൽ വീണ്ടും വഴക്കായോ എന്ന് തോമസ് ചേട്ടനും ചോദിക്കുന്നുണ്ട്. അവൾ തിരികെ വന്നതിന്റെ സന്തോഷത്തിലായിരുന്നുവെന്നും താലി ഉള്ളതുകൊണ്ടാണ് അവൾ തിരികെ എത്തിയതെന്നും പറയേ. താലിയുടെ മഹത്വം മനസ്സിലാക്കാതെ അവൾ ആ താലി അഴിച്ച് എന്റെ കയ്യിൽ തന്നു. അത് തനിക്ക് ഭയങ്കര വിഷമമായെന്നും സുധീഷ് ടെൻഷനോടെ പറയേ. തോമസ് ചേട്ടനും പൊട്ടിച്ചിരിക്കുക. താൻ എത്രമാത്രം ഫീലിങ്സോടെയാ പറഞ്ഞതെന്നറിയാമോ? ചിരിക്കുന്നോ എന്ന് സുധീഷ് ചോദിക്കേ. പിന്നല്ലാതെ ചിരിക്കാതിരിക്കാൻ പറ്റുമോ? ഇതെല്ലാം നാട്ടിൽ നടക്കുന്നതല്ലേ. ഞാനും എന്റെ ഭാര്യയും തമ്മിൽ വഴകടച്ച അവൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? താലി അഴിച്ചെന്റെ കയ്യിൽ തരും. താലിയെ പൂവിട്ട് പൂജിക്കുന്ന പെണ്ണുങ്ങളൊന്നും ഇക്കാലത്തില്ലെന്നും മോഡേൺ പെൺകുട്ടികളൊന്നും താലി കഴുത്തിൽ അണിയാറില്ലെന്നും പറഞ്ഞ് ഓഫീസിലെ ലേഡി സ്റ്റാഫിനെ വിളിച്ച് അവരുടെ താലിയെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അതിലൊരുവൾ താലിമാല ഹസ്ബൻഡ് കൊണ്ടുപോയി പണയം വെച്ചതാണെന്നും കഴുത്തിൽ അണിയാറില്ലെന്നും പറയേ. മോഡേൺ ഡ്രസ്സിനൊപ്പം താൻ താലിമാല കഴുത്തിൽ അണിയാറില്ലെന്ന് വേറൊരു ലേഡി സ്റ്റാഫും പറയുകയാണ്. അവരെ പറഞ്ഞയച്ച് സിനിമാ നടികൾ പോലും കഴുത്തിൽ താലിമാല അണിഞ്ഞ് നടക്കാറില്ലെന്നും താലിയെപ്പറ്റി ചോദിച്ചാൽ താലി ഇല്ലാത്തതാണ് സ്റ്റൈൽ എന്ന് പറയുമെന്നും അത്രയുള്ളൂവെന്നും തോമസ് ചേട്ടൻ പറയേ. അപ്പോ ഇക്കാലത്ത് താലി സെന്റിമെന്റ്സ് ഒന്നും ഇല്ലേ എന്ന് സുധീഷും ചോദിക്കുക. ഇപ്പോഴത്തെ പെൺപിള്ളേരൊന്നും താലിമാലയും നെറ്റിയിൽ സിന്ദൂരവും അണിയാറില്ലെന്നും സുധീഷിന്റെ വൈഫും അത്തരത്തിലൊരു മോഡേൺ ഗേൾ ആകാമെന്നും തോമസ് ചേട്ടൻ പറയേ. സുധീഷിനും ആശ്വാസമാവുകയാണ്. അവിടെ നിധിയുടെ ഓഫീസിൽ സിദ്ധാർത്ഥ് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു മീറ്റിംഗ് നടത്തുകയാ. പെട്ടെന്നുണ്ടായ മീറ്റിംഗിനെ കുറിച്ചോർത്ത് എല്ലാവരും ടെൻഷനോടെ ഇരിക്കെ ആരും ടെൻഷൻ ആവേണ്ടെന്നും എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്യാനാണ് ഈ മീറ്റിംഗ് എന്നും ഇതുവരെ വന്ന പ്രോജക്റ്റെല്ലാം നമ്മൾ സക്സസ് ആയി ചെയ്തു കൊടുത്തുവെന്നും എല്ലാവരുടെയും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊണ്ടാണ് ആ സക്സസ് ഉണ്ടായതെന്നും അതിനഭിനന്ദിക്കാനായാണ് എല്ലാവരെയും വിളിച്ചു വരുത്തിയതെന്നും പറഞ്ഞ് എല്ലാവരെയും കൈയടിച്ച് അഭിനന്ദിക്കുകയാ. പിന്നീട് സിദ്ധാർത്ഥ് നിധിയോടായി പറയുന്നുണ്ട്. നിധിയുടെ ഡിസൈൻ എല്ലാം മോഹൻ കാണിച്ചു തന്നു. താൻ വളരെ ഇംപ്രസ്ഡ് ആയെന്നും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഡിസൈൻ എന്നും സിദ്ധാർത്ഥ് പറയേ. നിധിയും സന്തോഷത്തോടെ താങ്ക് യു പറയുകയാ. നിധി തനിയെ ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്തോ എന്ന് സിദ്ധാർത്ഥ് ചോദിക്കെ ഇല്ലെന്ന് ദിവ്യ പറയുന്നുണ്ട്. ഒരു ഇൻഡിപെൻഡന്റ് വില്ലയ്ക്ക് വേണ്ടി ഒരാൾ ഡിസൈൻ ചോദിച്ചിട്ടുണ്ടെന്നും ആ പ്രോജക്റ്റ് നിധി ഏറ്റെടുക്കണമെന്നും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മോഹൻ ഷെയർ ചെയ്യുമെന്നും സിദ്ധാർത്ഥ് പറയുകയാണ്. നിധിയും വളരെയധികം സന്തോഷത്തോടു കൂടി ആ പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയാണ്. അപ്പോഴാണ് സിദ്ധാർത്ഥ് ഇനി തുടങ്ങാനിരിക്കുന്ന പുതിയൊരു പ്രൊജക്റ്റിന് വേണ്ടി പൈതൃക വീടുകളെക്കുറിച്ച് ഒരു റിസർച്ച് നടത്തണമെന്നും സിറ്റിയിലുള്ള പാരമ്പര്യമായി കൈമാറി വരുന്ന പഴയ വീടുകളെല്ലാം കണ്ടുപിടിച്ച് അവയുടെ സ്ട്രക്ചർ, ഡിസൈൻ തുടങ്ങിയ എല്ലാത്തിനെ കുറിച്ചും ഡേറ്റാസ് കളക്ട് ചെയ്യണമെന്നും ഇത് നമ്മുടെ കമ്പനിക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രോജക്റ്റ് ആണെന്നും എല്ലാ സ്റ്റാഫുകളും ഈ പ്രോജക്റ്റിൽ ഇൻവോൾവ്ഡ് ആകണമെന്നും തലമുറ കൈമാറി വന്ന് 100 വർഷത്തോളം ആ വീട്ടിൽ തന്നെ താമസിക്കുകയാണെന്നും അങ്ങനെ ഒരു വീട് പൊളിച്ചു മാറ്റാൻ താല്പര്യമില്ലാതെ നിറയെ വീടുകൾ ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ടാവുമെന്നും അങ്ങനെയുള്ള ഏതെങ്കിലും വീടിനെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ സജസ്റ്റ് ചെയ്യാനും സിദ്ധാർത്ഥ് പറയേ. നിധി കിളിക്കൂടിനെ കുറിച്ച് അന്ന് സുധീഷ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുക്കുകയാ. ഇതൊരു പൈതൃക വീടാ, നല്ല സ്ട്രോങ് ആയ ബിൽഡിംഗാ. ഇപ്പോഴുണ്ടാക്കുന്ന വീടുകൾക്ക് പോലും ഇത്രയും ഉറപ്പുണ്ടാവില്ല. ഇപ്പോഴുണ്ടാക്കുന്ന പല വീടുകളും 25 വർഷത്തിൽ കൂടുതൽ നിൽക്കാറില്ലെന്നും ഇതൊരു 100 വർഷത്തോളം പഴക്കമുള്ള വീടാണെന്നും അതുകൊണ്ടാണ് പഴമ നിലനിർത്തി മെയിൻറ്റെയിൻ ചെയ്തു പോരുന്നതെന്നും സുധീഷ് പറഞ്ഞതോർ മോഹൻ തനിക്കറിയാവുന്ന ഒരു വീടിനെ കുറിച്ച് സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്. അത് കേൾക്കെ സിദ്ധാർത്ഥിനും വളരെ ഇൻട്രസ്റ്റ് ആവുകയാ. മോഹന്റെ റിലേറ്റീവിന്റെ ആ വീട് വിസിറ്റ് ചെയ്യാൻ പെർമിഷൻ കിട്ടുകയാണെങ്കിൽ അത് പോയി കാണാമെന്ന് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്. മോഹൻ അത് ചോദിച്ചിട്ട് പറയാമെന്ന് പറയുമ്പോഴേക്കും താൻ താമസിക്കുന്ന വീടും 100 വർഷം പഴക്കമുള്ളതാണെന്ന് നിധി പറയുകയാണ്. അങ്ങനെയാണോ എന്ന ആവശ്യത്തോടെ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്. അതേന്നും ഇതുവരെ ഒരു റിനോവേഷനും നടത്തിയിട്ടില്ലെന്നും തന്റെ ഒരു റിലേറ്റീവിന്റെ വീടാണെന്നും നമുക്ക് എപ്പോ വേണേലും അവിടെ വിസിറ്റ് ചെയ്യാമെന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഫർണിച്ചറോ ഇന്റീരിയേഴ്സോ ഒന്നും ഇല്ലെന്നും എന്നാലും ഒത്തിരി പഴക്കമുള്ളൊരു വീടാണെന്നും ബിൽഡ് ക്വാളിറ്റിയെ പറ്റിയും ഡിസൈനുമെല്ലാം റിസർച്ച് ചെയ്യാൻ കറക്റ്റ് ആയിരിക്കുമെന്നും
നിധി പറയെ സിദ്ധാർത്ഥം ദിവ്യയോടായി നിധി പറഞ്ഞ വീടും മോഹൻ പറഞ്ഞ വീടുമെല്ലാം നോട്ട് ചെയ്യാനായി പറയുക. പിന്നീട് സിദ്ധാർത്ഥ ബാക്കിയുള്ളവരോടും അത്തരം വീടുകളെ പറ്റി ചോദിക്കുമ്പോഴേക്കും അവർക്കറിയാവുന്ന വീടുകളെക്കുറിച്ച് അവരും പറയുന്നുണ്ട്. പിന്നീട് നിധി വൈകിട്ട് ഓഫീസ് വിട്ട് ഇറങ്ങുമ്പോഴേക്കും സുധീഷ് അവളെ വെയിറ്റ് ചെയ്ത് റോഡ് സൈഡിൽ നിൽപ്പാ. അവൾ വരുന്നത് കാണെ സുധീഷും സന്തോഷത്തോടെ അവളുടെ ഓപ്പോസിറ്റായി ചെല്ലുന്നുണ്ടെങ്കിലും നിധി അവനെ കാണാത്തതുപോലെ മൈൻഡ് ചെയ്യാതെ പോവുകയാണ്. അത് കാണെ അവനും കാണാത്തതുപോലെ പോകുന്നല്ലോ എന്ന് പറഞ്ഞ് അവളുടെ പുറകെ ചെന്ന് തന്റെ ബൈക്കിന്റെ കീ നിധിയുടെ മുന്നിലേക്കിട്ട് അത് കുനിഞ്ഞെടുക്കുമ്പോഴേക്കും നിധി അവനെ കാണുന്നുണ്ട്. സുധീഷും അവളെ ആദ്യമായി കാണുന്നത് പോലെ അഭിനയിച്ച്, നിധിയോ? നിധി എന്താ ഇവിടെ? അല്ല, നിധിയുടെ ഓഫീസ് ഇവിടെ അടുത്താണല്ലോ അല്ലേ? അയ്യോ, മറന്നുപോയി. ഓഫീസ് കഴിയാനൊക്കെ സമയമായോ? അപ്പോഴേക്കും വൈകുന്നേരമായോ? സമയവും നോക്കിയില്ല. തനിച്ചല്ലേ നടക്കുന്നത്? ഞാനും കൂടി ഒരു കമ്പനി തരാം. എനിക്കതൊരു പ്രശ്നമില്ലെന്ന് സുധീഷ് പറയേ. ഹലോ, വലിയ സീനൊന്നും ആക്കല്ലേ എന്ന് നിധിയും. സീനോ? എന്നെ കണ്ട സീൻ ഉണ്ടാക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിധിയോട് സംസാരിക്കാനായി ഞാൻ പുറകെ വന്നോ? അങ്ങനെയൊന്നുമല്ലല്ലോ എന്ന് സുധീഷ് പറയേ. ആക്ച്വലി ഞാൻ സുധീഷിനോട് സംസാരിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. എന്നവൾ പറയേ. എന്നോടോ? എന്താ പറയാനുള്ളത് എന്ന് സുധീഷും സന്തോഷത്തോടെ ചോദിക്കുക. വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ല, വേറെ എവിടെയെങ്കിലും വെച്ച് സംസാരിക്കണമെന്നാ കരുതിയത്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് സംസാരിച്ചാലോ എന്ന് നിധി ചോദിക്കുക. സുധീഷും സന്തോഷത്തോടെ ഉറപ്പായും എത്ര വേണമെങ്കിലും സംസാരിക്കാം എന്ന് പറയേ. അല്ല, സുധീഷ് എന്തോ ജോലിക്ക് പോവുകയാണെന്നല്ലേ പറഞ്ഞ, സംസാരിക്കാനൊക്കെ സമയമുണ്ടാവോ എന്ന് നിധി ചോദിക്കേ. അതൊന്നും പ്രശ്നമില്ല എന്ന് സുധീഷും. ജോലി ഉണ്ടെങ്കിൽ പോയിക്കോ, നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് നിധി വീണ്ടും പറയാം. എന്ത് ജോലി? ലൈസൻസ് വരെ പിടിച്ചു വെച്ചിരിക്കുകയല്ലേ, പിന്നെന്ത് ജോലിയാ? നമുക്ക് സംസാരിക്കാം എന്ന് സുധീഷ് പറയേ. നിധി അവനെ ഒരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. ഓർഡർ ചെയ്ത ജ്യൂസ് കിട്ടിയിട്ടും നിധി അത് കുടിക്കാതെ ടെൻഷനോടെ സ്ട്രോയും പിടിച്ചിരിക്കണ കണ്ട് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. മനസ്സിലായി, താലി അറിയാതെ അഴിച്ചുപോയതാ, തിരിച്ചു തായെന്ന് പറയാൻ പോവുകയല്ലേ? ചോദിക്ക്, വേഗം ചോദിക്ക് എന്ന് മനസ്സിൽ പറഞ്ഞ്. അല്ല നിധി, എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് മിണ്ടാതെ ഇരിക്കുന്നത് എന്താ എന്ന് സുധീഷ് ചോദിക്കേ. ഞാനൊരു കാര്യം ചോദിച്ചാ തരാമോ എന്ന് നിധി ചോദിക്കുക. അത് കേൾക്കെ സുധീഷും സന്തോഷത്തോടെ, താലി ചോദിക്കാൻ പോവുകയാണല്ലേ, ചോദിക്ക് ചോദിക്ക് എന്ന് മനസ്സിൽ പറഞ്ഞ്. എന്താ നിധി, എന്ത് വേണമെങ്കിലും ചോദിക്കെന്ന് സുധീഷ് പറയുക. എനിക്ക് ഡിവോഴ്സ് വേണം സുധീഷേ എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ സുധീഷും ആകെ ഞെട്ടിത്തരിച്ചിരിക്കുക. ഇല്ല, മനസ്സിലായില്ല എന്നവൻ ടെൻഷനോടെ പറയേ. ഇത് സുധീഷിനൊരു ഷോക്കായിട്ടുണ്ടാവുമെന്നറിയാം. നമ്മൾ എപ്പോഴും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതല്ലേ, ഡിവോഴ്സിനായി നമ്മൾ വക്കീലിനെ വരെ സമീപിച്ചതല്ലേ എന്നൊക്കെ നിധി വീണ്ടും പറയേ. അല്ല നിധി, അത് നമ്മളന്ന് ഉപേക്ഷിച്ചതല്ലേ എന്ന് സുധീഷും ചോദിക്കുക. അന്ന് എന്റെ കയ്യിൽ ID കാർഡ് ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ ഒന്നും ചെയ്യാതിരുന്നത് എന്ന് നിധി പറയേ. ഇപ്പോ ID പ്രൂഫ് ഉള്ളത് കൊണ്ടാണോ പെട്ടെന്ന് ഡിവോഴ്സ് വേണമെന്ന് പറയുന്നതെന്ന് സുധീഷും ചോദിക്കുക. അല്ല സുധീഷേ, നടന്ന കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് ഈ തീരുമാനം ശരിയാണെന്നാ തോന്നുന്നത് എന്ന് നിധി പറയേ. അത്രയ്ക്ക് വലുതായി എന്താ നടന്നത് എന്ന് സുധീഷും ചോദിക്കുക. അത് കേൾക്കെ നിധിയും, സുധീഷ് എന്താ ആകെ ഷോക്കായതുപോലെ സംസാരിക്കുന്നത്? നമുക്കിടയിൽ നടന്നത് ഒരു കല്യാണമേ അല്ലല്ലോ, നമ്മൾ അത് അംഗീകരിക്കാത്തിടത്തോളം ഇതൊരു കല്യാണമേ അല്ല. പിന്നെന്തിനാ ഡിവോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയധികം ചിന്തിക്കുന്നത്? സൂര്യയുമായുള്ള കല്യാണം നിർത്തിവെക്കാൻ വേറൊരു വഴിയുമില്ലാഞ്ഞിട്ടല്ലേ നമ്മൾ ഈ കല്യാണം നടത്തിയത്. എന്നെ ഹെൽപ്പ് ചെയ്യാനായി വന്ന സുധീഷും ആകെ കഷ്ടത്തിലായല്ലോ എന്നോർത്ത് എനിക്കും ആകെ ടെൻഷനാ. ഇതൊരു ബൊമ്മ കല്യാണമാണെന്ന് സുധീഷിനും എനിക്കും അറിയാലോ, പക്ഷെ നിയമപരമായി നമ്മൾ ഹസ്ബൻഡും വൈഫുമാണ്. ആ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണല്ലോ സുധീഷ് അന്ന് എന്നോട് അങ്ങനെ പെരുമാറിയത് എന്നെന്തി പറയേ. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല നിധി, അന്ന് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല ചെയ്തത്. ഞാൻ ചെയ്തത് വളരെ വലിയ തെറ്റു തന്നെയാണ്. ഇനി എത്ര തവണ വേണേലും ഞാൻ നിധിയോട് സോറി പറയാൻ തയ്യാറാ എന്ന് സുധീഷും ടെൻഷനോടെ പറയുന്നുണ്ട്. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, ഇതാണ് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് താലിയഴിച്ചു തന്നതുപോലെ ലീഗലിയും നമുക്കിടയിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ് നമുക്ക് നിയമപരമായി വേർപിരിയും. അതായിരിക്കും രണ്ടുപേർക്കും സേഫ്. എനിക്ക് സുധീഷിനോട് അത്തരത്തിലൊരടുപ്പമില്ല, സുധീഷിനും അത്തരമൊരടുപ്പമില്ലെന്ന് എനിക്കറിയാം. പിന്നെ ഡിവോഴ്സിനായി ഇത്രയധികം ആലോചിക്കാൻ എന്താ? സുധീഷ് ഡിവോഴ്സ് നൽകിയാൽ എനിക്കും ആ വീട്ടിൽ കുറച്ച് ഫ്രീഡത്തോടെ നിൽക്കാം. സുധീഷിന്റെ കാര്യം നോക്കി സുധീഷിനും ജീവിക്കാലോ. ഇക്കാര്യം സംസാരിക്കാനാ ഞാൻ സുധീഷിനെ വിളിച്ചത്. നമുക്ക് പോയൊരു അഡ്വക്കേറ്റിനെ കണ്ടാലോ എന്ന് നിധി ചോദിക്കുന്നുണ്ടെങ്കിലും സുധീഷ് ആകെ ടെൻഷനോടെ ഒന്നും മിണ്ടാതിരിക്കുക. സുധീഷിനോടാ ചോദിച്ചത് എന്ന് നിധി വീണ്ടും പറയും. പോവാമെന്ന് സുധീഷും സമ്മതിക്കുക. അവൾ സന്തോഷത്തോടെ ജ്യൂസ് കുടിക്കാനായി തുടങ്ങുമ്പോഴേക്കും സുധീഷിൽ മനസ്സിൽ പറയുന്നുണ്ട്, എന്തു പറഞ്ഞാലും അവസാനം ഡിവോഴ്സിലെ വന്ന് നിൽക്കും. ഇവളെനിക്ക് ഇഷ്ടമാണെന്ന് ഇവൾക്ക് സത്യമായിട്ടും അറിയില്ലേ, അല്ലെങ്കിൽ അറിയാത്തതുപോലെ അഭിനയിക്കുകയാണോ? എന്തൊരു ജീവിതമായത് എന്നൊക്കെ ടെൻഷനോടെ മനസ്സിൽ പറഞ്ഞിരിപ്പാ സുധീഷും. പിന്നീട് അവർ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അവർ ഒരുമിച്ച് വരുന്നത് കണ്ട് തളത്തിലിരിക്കുന്ന ഹരീഷും അത്ഭുതത്തോടെ നികേഷേ എന്ന് വിളിച്ച് അവരെ കാണിച്ചു കൊടുക്കുക. നിധി അപ്പോഴേക്കും സുഭാഷ് ഏട്ടനെ വിളിക്കുന്നുണ്ട്. ആ മോളെ നിധി, നീ വന്നോ, ചായ എടുക്കാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ അടുക്കളയിലേക്ക് പോവാനായി തുടങ്ങുമ്പോഴേക്കും വേണ്ട സുഭാഷ് ഏട്ടാ, ഞാൻ ഫ്രഷ് ആയി വരാം,
ഇനിയിപ്പോൾ ഡിന്നർ മാത്രം കഴിക്കാമെന്ന് നിധി പറയേ സുഭാഷും ശരിയെന്ന് സമ്മതിക്കുക. നിധി റൂമിലേക്ക് പോകുമ്പോഴേക്കും അവൾ പോകുന്നതും നോക്കി ഒരു നിമിഷം ടെൻഷനോടെ നിന്ന് ഒന്നും മിണ്ടാതെ തൻ്റെ റൂമിലേക്ക് പോവുക സുധീഷും. ഹരീഷും ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോഴേക്കും നികേഷും സുഭാഷേട്ടനോടായി പറയുന്നുണ്ട്, ഇവർ രണ്ടുപേരും ഡേറ്റിങ്ങിന് പോയിട്ട് വരികയാണെന്ന് തോന്നുന്നു എന്ന്. ഡേറ്റിങ്ങോ? അതെന്തായെന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. പെട്ടെന്ന് ചാടിക്കയറി ഡേറ്റിങ്ങിനെ കുറിച്ച് പറയാനായി വരുന്ന ഹരീഷ് ചമ്മലോടെ അത് പറയാതെ നിൽക്കുമ്പോഴേക്കും തുടങ്ങിയതല്ലേ പറഞ്ഞു തീർക്കുന്ന നികേഷും പറയുകയാ. നികേഷും ചാടിക്കയറി, ഞാൻ പറയാം സുഭാഷേട്ടാ, ഹരീഷേട്ടനും നീതുവും ചെയ്തില്ലേ, അതാണ് ഡേറ്റിംഗ് എന്നവൻ പറയേ. ഹരീഷും നീതുവുമോ? അവരെന്ത് ചെയ്തു എന്ന് സുഭാഷേട്ടനും. ഹരീഷും പറയുക, സുഭാഷേട്ടൻ അതിനെന്തിനാ ടെൻഷൻ ആവുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഒന്നും ചെയ്തില്ല, അവൻ വേറെന്തോ ഉദ്ദേശിച്ചതാ എന്ന് ഹരീഷ് പറയേ. നികേഷും സുഭാഷിനോടായി പറയുക, സുഭാഷേട്ടനെ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഡേറ്റിംഗ് എന്ന പരസ്പരം പ്രണയിക്കുന്നവർ പുറത്തു പോയി സന്തോഷത്തോടെ സംസാരിക്കുന്നത് എന്നവൻ പറയുന്നവർക്ക്, ഓ അതാണോ, നിനക്ക് എല്ലാം അറിയാമല്ലോ എന്ന് സുഭാഷേട്ടനും ചോദിക്കുക. ഈ പ്രായത്തിൽ ഇതൊന്നും അറിയില്ലെന്ന് പറഞ്ഞാലോ മോശം എന്ന് നികേഷ് പറയുമ്പോഴേക്കും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് സുധീഷും അങ്ങോട്ടെത്തുകയാണ്. അവൻ അങ്ങോട്ട് വന്ന് ഒരു ചെയറിൽ ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും അവനെ കണ്ട് സുഭാഷേട്ടനും, സുധീഷേ എന്താ ഇങ്ങനെ ആകെ അപ്സെറ്റ് ആയിരിക്കുന്നത് എന്ന് സുഭാഷ് ചോദിക്കേ. ഇല്ല സുധീഷേട്ടാ, അതൊന്നുമില്ലെന്ന് സുധീഷും പറയുക. ഒന്നുമില്ലേ, മുഖത്ത് ആകെ ഒരു വാട്ടം പോലെ ഉണ്ടല്ലോ, എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിച്ച് അവന്റെ ദേഹത്തെല്ലാം തൊട്ടു നോക്കുക. ഇല്ല സുഭാഷേട്ടാ, അതൊന്നുമില്ലെന്ന് സുധീഷ് പറയുമ്പോഴേക്കും, അല്ല സുധീഷേട്ടാ, നിങ്ങൾ രണ്ടുപേരും ഡേറ്റിങ്ങിന് പോയതായിരുന്നോ എന്ന് നികേഷും ചോദിക്കുക. അതൊന്നും അല്ലടാ എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും ടെൻഷനോടെ ഇരിക്കേ. ഹരീഷും ഒന്നും മിണ്ടാതെ അവനെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽപ്പാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, രണ്ടുപേരും തമ്മിൽ വഴക്കായോ എന്ന് സുഭാഷേട്ടൻ ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല സുഭാഷേട്ടാ, ചെറുതായി തലവേദനിക്കുന്നുണ്ട്, അതാണെന്ന് സുധീഷ് പറയേ. തലവേദനയാണോ? എന്നാ പിന്നെ ഞാനൊരു ചായ ഉണ്ടാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ പോവാൻ തുടങ്ങുമ്പോഴേക്കും, അതൊന്നും വേണ്ട സുഭാഷേട്ടാ, അത് മാറിക്കോളുമെന്ന് പറഞ്ഞ് സുധീഷ് അവിടെ ഇരിക്കുമ്പോഴാണ് നിധി അങ്ങോട്ട് വന്ന്, സുഭാഷേട്ടാ നാളെ എന്റെ ഓഫീസിലുള്ളവർ ഈ വീട് കാണാമെന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ട്, വരാൻ പറയട്ടെ എന്ന് നിധി ചോദിക്കേ. വരാൻ പറ മോളെ, ഇതൊക്കെ ചോദിക്കാൻ എന്തിരിക്കുന്നു, അവർ വരട്ടെ എന്ന് സുഭാഷ് സന്തോഷത്തോടെ പറയാ. എന്താ എടതി, എന്തെങ്കിലും വിശേഷമുണ്ടോ? വീട് കാണാനൊക്കെ വരുന്നു എന്ന് നികേഷും സംശയത്തോടെ ചോദിക്കേ. ഹരീഷും ചോദിക്കുന്നുണ്ട്, സുഭാഷേട്ടൻ എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അവർ ഈ വീട്ടിലേക്കാ വരുമെന്ന് പറഞ്ഞത്, നമ്മുടെ ഈ പഴയ വീട്ടിലേക്ക് എന്നവൻ പരിഭ്രമത്തോടെ പറയുമ്പോഴാണ് സുഭാഷിനും അക്കാര്യം ഓർമ്മ വരുന്നത്. സുഭാഷ് എന്തോ പറയാനായി തുടങ്ങുമ്പോഴേക്കും, സുഭാഷേട്ടൻ ഒന്നും പറയണ്ട, അവർ നമ്മുടെ വീട് കാണാൻ തന്നെയാ വരുന്നത്. 100 വർഷം മുമ്പുണ്ടാക്കിയ വീടുകളെ പറ്റി ഒരു റിസർച്ച് എന്റെ ഓഫീസിൽ നടത്തുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഈ വീടിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോഴവർ വീട് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു. നമ്മുടെ വീടിന്റെ സ്ട്രക്ചർ എന്താണ്, ബിൽഡിംഗ് എത്രയ്ക്ക് സ്ട്രോങ് ആണ്, ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യും, അതിനാണ് വീട് കാണണമെന്ന് പറയുന്നത് എന്നവൾ പറയുന്നത് കേൾക്കെ സുധീഷും, എന്നോട് ഡൈവോഴ്സ് ചോദിച്ചിട്ട് മിനിറ്റിന് നമ്മുടെ വീടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് മനസ്സിൽ പറയുന്നുണ്ട്. നികേഷും പറയുന്നുണ്ട്, എടുത്തി വീടൊക്കെ 100 വർഷം പഴക്കമുള്ളത് തന്നെയാ, പക്ഷേ അകത്തെല്ലാം അലങ്കോലമായി കിടക്കുകയാ, അത് കുഴപ്പമില്ലേ എന്ന് ചോദിക്കേ. അതൊന്നും പ്രശ്നമില്ല, അവർ കാണട്ടെ എന്ന് നിധിയും. സുഭാഷിന്റെ ടെൻഷനോടെയുള്ള നിൽപ്പ് കണ്ട്, സുഭാഷേട്ടാ അവരോട് വരാൻ പറയട്ടെ എന്ന് നിധി ചോദിക്കേ. ഉറപ്പായും വരാൻ പറ നിധി, അവർ എത്ര പേര് വരുമെന്നറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് കൂടി ചേർത്ത് ഫുഡ് ഉണ്ടാക്കാമായിരുന്നു എന്ന് സുഭാഷേട്ടൻ പറയുന്നത് കേൾക്കേ. അപ്പോഴേക്കും അതിൽ പിടിച്ചു തൂങ്ങി. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് വരെ എത്തിയോ? സ്നേഹം എന്ന് വെച്ചാ എങ്ങനെയുണ്ടോ ഒരു സ്നേഹം, ഒരു സുഭാഷേട്ടൻ, എനിക്കിതൊന്നും കണ്ടു നിൽക്കാൻ വയ്യേ എന്ന് പരിഭവത്തോടെ മനസ്സിൽ പറയുന്നുണ്ട് സുധീഷ്. അയ്യോ സുഭാഷേട്ടാ, ഫുഡൊന്നും ഉണ്ടാക്കണ്ട, അവർ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോകത്തേയുള്ളൂ, അവർക്ക് വേണ്ടി സുഭാഷേട്ടൻ കഷ്ടപ്പെടേണ്ടെന്ന് നിധി പറയേ. എല്ലാവർക്കും കൂടി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അവർക്കും കൂടി ഉണ്ടാക്കാം, ഇതിൽ കഷ്ടപ്പാടൊന്നുമില്ലല്ലോ എന്ന് സുഭാഷേട്ടനും ചോദിക്കും. അതൊന്നും വേണ്ട സുഭാഷേട്ടാ, ജ്യൂസോ വല്ല ചായയോ കാപ്പിയോ കുടിക്കുന്ന സമയം മാത്രമേ അവരിവിടെ ഉണ്ടാവൂ എന്ന് നിധി പറയേ. ശരി, അതവർ വരുമ്പോ നോക്കാം, നീ ഇരിക്കെന്ന് പറഞ്ഞ് സുഭാഷേട്ടൻ ചായ എടുക്കാനായി പോവുകയാണ്. ഹരീഷും ഒരു കോൾ വന്ന് പുറത്തേക്ക് പോകുമ്പോഴേക്കും നികേഷിന്റെ പഠന കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിധിയെ ടെൻഷനോടെ നോക്കിയിരിക്കുക സുധീഷും. അത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം എന്നോട് ചോദിച്ചിട്ട് ഒന്നും നടക്കാത്ത പോലെ ഇരിക്കുന്ന ഒരു ഇരിപ്പ് കണ്ടോ എന്ന് മനസ്സിൽ ചിന്തിച്ചവൻ ഇരിക്കെ നിധിയും അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് തളത്തിൽ രാത്രി എല്ലാവരും ഒന്നിച്ച് ഉറങ്ങാൻ കിടക്കെ ഹരീഷ് ഒരു തമാശ പറയുന്നത് കേട്ട് ഉറക്കെ ചിരിക്കുക നികേഷ്. സുധീഷേട്ടാ, ഹരീഷേട്ടൻ പറഞ്ഞ തമാശ കേട്ടില്ലേ എന്ന് നികേഷ് ചോദിക്കേ. എന്താടാ പറഞ്ഞത്, ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് ടെൻഷനോടെ സുധീഷും പറയുക. സുധീഷേട്ടൻ എന്താ വന്നപ്പോ മുതൽ ആകെ ടെൻഷനിലാണല്ലോ, ആരോടും ഒന്നും മിണ്ടുന്നുമില്ല എന്ന് നികേഷ് ചോദിക്കേ. എന്താ സുധീഷേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഹരീഷും ചോദിക്കുക. അത് കേൾക്കെ സുഭാഷേട്ടനും പറയുന്നുണ്ട്, അവന് തലവേദനയാണെന്ന് പറഞ്ഞില്ലേ, അവൻ നന്നായി ഫുഡ് കഴിച്ചതുപോലുമില്ല. സുധീഷേ, ഇപ്പോഴും തലവേദനിക്കുന്നുണ്ടോ?
ബാം പുരട്ടി തരട്ടെ എന്ന് സുഭാഷേട്ടൻ ചോദിക്കുക. സുധീഷ് ഒന്നും മിണ്ടാതെ ടെൻഷനോടെ കിടക്കേ. സുധീഷേ, എന്തുണ്ടെങ്കിലും പറയുന്ന സുഭാഷേട്ടൻ പറയേ. ഇല്ല സുഭാഷേട്ടാ, ഒന്നുമില്ലെന്ന് സുധീഷ്. നികേഷൻ ചോദിക്കുക, ഡേറ്റിങ്ങിനിടയിൽ വല്ല വഴക്കുണ്ടായോ? ഡേറ്റിങ്ങിനിടയിൽ ഇങ്ങനെ വഴക്കുണ്ടാവുന്നത് സ്വാഭാവികമാണെന്ന് നികേഷ് പറയേ. ഒന്ന് വാ മൂടി മിണ്ടാതെ കിടന്നുറങ്ങട, വെറുതെ ഓരോന്ന് ചോദിച്ചിങ്ങനെ ദേഷ്യം പിടിപ്പിക്കാതെ എന്ന് സുധീഷ് പറയേ. എന്തോ നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ സുധീഷേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടില്ലല്ലോ. എന്താണേലും പറ സുധീഷേട്ടാ, ഇല്ലെങ്കിൽ ഉറങ്ങാൻ കഴിയില്ലെന്ന് ഹരീഷ് പറയേ. സുധീഷും ദേഷ്യത്തോടെ, ഞാൻ ഇന്ന് ഉറങ്ങുന്നേ ഇല്ലടാ, കണ്ണു തുറന്ന് കിടക്കാൻ പോവാ എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയേ. ഹരീഷും ഒന്നും മിണ്ടാതെ കിടക്കുക. അവന്റെ ദേഷ്യത്തോടുള്ള സംസാരം കണ്ട് സുഭാഷേട്ടൻ വീണ്ടും, എന്തു പറ്റി സുധീഷേ, എന്താണേലും പറഞ്ഞാലല്ലേ അറിയൂ എന്ന് ചോദിക്കേ. സുഭാഷേട്ടാ അത് എന്ന് പറഞ്ഞ് സുധീഷ് ടെൻഷനോടെ കിടക്കുമ്പോഴേക്കും സുഭാഷേട്ടൻ പെട്ടെന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഓൺ ചെയ്യുക. സുധീഷും പെട്ടെന്ന് എഴുന്നേറ്റിരിക്കുമ്പോഴേക്കും ഹരീഷും നികേഷും സുഭാഷേട്ടനുമെല്ലാം അവന്റെ ചുറ്റും കൂടിയിരിക്കുക. എടാ സുധീഷേ, എന്തു പറ്റിയടാ, ആകെ ഒരുമാതിരി ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് തുറന്നു പറ എന്ന് സുഭാഷേട്ടൻ ചോദിക്കും. ഓ, എന്റെ പ്രശ്നം പറഞ്ഞാ നിങ്ങൾ അത് റെഡിയാക്കി തരുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, എന്നിട്ടിപ്പോ വലിയ കാര്യമായിട്ട് ചോദിക്കുന്നത് എന്തിനാ എന്നവൻ ദേഷ്യത്തോടെ ചോദിക്കും. ഹരീഷും, എന്താ സുധീഷേട്ടാ, എന്താ കാര്യമെന്ന് ആദ്യം പറ എന്ന് പറയാൻ നികേഷും ആകാംക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഇരിപ്പാ. പറയടാ സുധീഷേ എന്ന് സുഭാഷേട്ടനും പറയേ. നിധി എന്നെ പുറത്തു കൊണ്ടുപോയി എന്താ പറഞ്ഞതെന്നറിയോ? ഡിവോഴ്സ് ചോദിച്ചു എന്നവൻ പറയുന്നത് കേൾക്കെ ഒരു ഞെട്ടലോടെ ഇരിപ്പാ സുഭാഷും ഹരീഷും നികേഷുമല്ല. എന്താ സുധീഷ് പറഞ്ഞേ, മനസ്സിലായില്ല എന്ന് സുഭാഷേട്ടൻ പറയേ. ഡിവോഴ്സ് വേണമെന്ന്, അതായത് വിവാഹമോചനം വേണമെന്ന്, മനസ്സിലായോ? അതിനാണ് എന്നെ തനിച്ചു കൂട്ടിക്കൊണ്ടു പോയത് എന്ന് സുധീഷ് പറയേ. എഴുതി ഇപ്പോഴെന്തിനാ ഡിവോഴ്സ് ചോദിക്കുന്നേ എന്ന് ഹരീഷും പറയുന്നുണ്ട്. പെട്ടെന്ന് ചോദിച്ചതല്ലടാ, മാഡത്തിന്റെ മൈൻഡിൽ ഇപ്പോഴും അതൊരു കല്യാണമേ അല്ല, ഭർത്താവ് എന്ന ചിന്തയോടെ ഞാൻ അവളുടെ റൂമിലേക്ക് പോയില്ലേ. നിയമപരമായി അവളെന്റെ ഭാര്യ ആയതുകൊണ്ടാണല്ലോ ഞാൻ അകത്തേക്ക് പോയത്. ആ നിയമത്തിന്റെ കുരുക്കഴിക്കണം, അതിനാണ് അവൾ ഡിവോഴ്സ് ചോദിക്കുന്നത് എന്നൊക്കെ സുധീഷ് പറയുന്നത് കേൾക്കെ എല്ലാവരും ഒന്നും മിണ്ടാതെ അമ്പരപ്പോടെ ഇരിക്കുകയാണ്. അത് കാണേ സുധീഷും, എല്ലാവരും എന്താ ഇങ്ങനെ അന്തം വിട്ട പോലെ ഇരിക്കുന്നത് എന്ന് സുധീഷ് ചോദിക്കേ. അല്ല സുധീഷേട്ടാ, അപ്പോ ഏടത്തി ഇവിടുന്ന് പോവുമോ എന്ന് നികേഷും ടെൻഷനോടെ ചോദിക്കുക. അത് കണ്ട് സുധീഷും, സൂപ്പർഡാ സൂപ്പർ, നിനക്ക് ഏടത്തിയെ കുറിച്ച് ഓർത്താണല്ലേ വിഷമം. അവൾ ഇവിടുന്ന് പോവാൻ പാടില്ല, ഇവിടെ തന്നെ താമസിക്കണം. പക്ഷേ എന്നെ കുറിച്ച് ആർക്കും ഒരു ടെൻഷനുമില്ല. ഞാൻ എത്ര വിഷമിക്കുന്നുണ്ടെന്നും എന്റെ മാനസികാവസ്ഥ എന്താണെന്നും ആരും മനസ്സിലാക്കുന്നില്ല എന്ന് സുധീഷ് ദേഷ്യത്തോടെ പറയേ. അല്ല സുധീഷേട്ടാ, അങ്ങനെയൊന്നും അല്ലെന്ന് നികേഷും പറയുകയെ. സുഭാഷും സുധീഷിനോടായി, സുധീഷേ, അവൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ലടാ. അവളെ വീട്ടിൽ താമസിച്ചാലല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിക്കാനാവൂ. ഒരു ദിവസം ഉറപ്പായും അത് നടക്കും. അതിന് അവൾ ഈ വീട്ടിൽ വേണമല്ലോ, അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞതെന്ന് സുഭാഷേട്ടൻ പറയുക. നല്ല മറുപടി സുഭാഷേട്ടാ, അവൾക്ക് ഡിവോഴ്സ് വേണം. പക്ഷെ ഞാൻ അവൾക്ക് ഡിവോഴ്സ് കൊടുക്കില്ല. അവളെ അങ്ങനെ ഒഴിവാക്കാൻ എനിക്ക് കഴിയില്ല. അവൾ എന്റെ ഭാര്യ എന്നതിൽ ഒരു മാറ്റവുമില്ല. ഞാൻ അവളെ കെയർ ചെയ്യുന്ന പോലെ വേറെ ആർക്കും അവളെ കെയർ ചെയ്യാനാവില്ല. അവൾ എന്ത് ചോദിച്ചാലും ഞാൻ അതെല്ലാം അവൾക്ക് ചെയ്തു കൊടുക്കും. പക്ഷെ അവൾ അത് മനസ്സിലാക്കില്ല. അവൾക്ക് എന്നെ വിട്ടു പോവാൻ കഴിയില്ല. ഇത് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അവളാണ് എന്റെ എല്ലാം എന്ന് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അത്ര ഈസി ആയിട്ടൊന്നും അവൾക്ക് എന്നെ വിട്ടു പോവാൻ കഴിയില്ല. നിങ്ങളെല്ലാം നോക്കിക്കോ, ഇന്നെന്താ ഡേറ്റ്? ഇനി ഒരു 6 മാസത്തിനുള്ളിൽ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേക്ക് അവളെ കൊണ്ട് എന്നെ ഞാൻ പ്രപ്പോസ് ചെയ്യിക്കും. ഈ 6 മാസത്തിനിടയിൽ അവളെ മൊത്തമായി മാറ്റി അവളെ ഞാൻ എന്റേതാക്കും എന്നൊക്കെ അവൻ പറയുന്നത് കേട്ട് അമ്പരപ്പോടെ അവര് നോക്കിയിരിക്കുക സുഭാഷും ഹരീഷും നികേഷുമെല്ലാം. അത് ശ്രദ്ധിക്കുന്ന സുധീഷും, വിശ്വാസം വരുന്നില്ല അല്ലേ? എന്റെ വാക്കിൽ ആർക്കും വിശ്വാസമില്ല അല്ലേ? ഈ സുധീഷിന് സുധീഷിന്റെ മേൽ നല്ല വിശ്വാസമാണ്. എല്ലാത്തിലും മേലെ എന്റെ പ്രണയത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് അവളെ അത്രമാത്രം ഇഷ്ടമാണെന്ന് അവൾക്കറിയില്ല. കുഴപ്പമില്ല, പക്ഷേ അതെനിക്കറിയാമല്ലോ. അവൾ എന്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിച്ചാലും ഇനിയൊരു 6 മാസത്തിനുള്ളിൽ അവൾ എന്നെ പ്രപ്പോസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും എന്നുറപ്പിച്ചു പറഞ്ഞ് സുധീഷ് എഴുന്നേറ്റ് ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാനായി കിടക്കുകയാണ്. സുഭാഷും ഹരീഷും നികേഷുമെല്ലാം അവന്റെ കൂടെ കിടക്കുമ്പോഴേക്കും മൂടി പുതച്ച് കിടക്കുകയായിരുന്ന സുധീഷിനെ നികേഷ് വീണ്ടും ടെൻഷനോടെ സുധീഷ് ഏട്ടാ എന്ന് തോണ്ടി വിളിക്കുന്നുണ്ട്. നീ പേടിക്കുകയൊന്നും വേണ്ട നികേഷെ, അവള് ഡിവോഴ്സ് മാത്രമേ ചോദിച്ചുള്ളൂ. വീട് വിട്ടു പോകുമെന്നൊന്നും പറഞ്ഞില്ല. നിന്റെ ഏട്ടത്തിയമ്മ, നിന്റെ ചേട്ടന്റെ അനിയത്തി ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. അവൾ എന്നോട് ഡിവോഴ്സ് മാത്രമേ ചോദിച്ചുള്ളൂ. നീ അതോർത്ത് ടെൻഷൻ ആവണ്ട, നല്ല സമാധാനമായിട്ട് ഉറങ്ങും എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും മൂടി പൊതിച്ച് കിടക്കുമ്പോഴേക്കും സുധീഷ് ഏട്ടാ അതല്ല എന്ന് നികേഷ് വീണ്ടും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നീ ഇനി ഒന്നും പറയണ്ട, ഒന്നും മിണ്ടാതെ കിടന്നുറങ്ങാമോ? ഉറങ്ങെന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും മൂടി പൊതിച്ച് കിടക്കുക. ടെൻഷനോടെ ഉറങ്ങാനാവാതെ കിടപ്പ സുഭാഷും ഹരീഷും നികേഷുമെല്ലാം. ഇത്രയുമാണ് ഈ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.